രേണുസുതിയുടെ പുതിയൊരു ചാറ്റ് വെളിയിൽ വന്നിട്ടുണ്ട്. എടോ ഡയറക്റ്റ് മീറ്റിന് എത്രയാകും എന്ന് പറഞ്ഞില്ല. സബ്സ്ക്രൈബ് ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഇഷ്ടംപോലെ സാധനങ്ങൾ അവൾ അങ്ങനെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. രേണുസുതിയുടെ പുതിയൊരു ചാറ്റ് വെളിയിൽ വന്നിട്ടുണ്ട്. ഷഫീന ബീവിയുടെ ചാനലിനകത്താണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ ചാറ്റിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഷഫീന ബീവിക്ക് മാത്രമേ അറിയാവൂ. എന്തായാലും പുള്ളിക്കാരത്തി കുറച്ച് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ആദ്യം ഞാനിവിടെ ചാറ്റ് പുറത്തിവിടെ വയ്ക്കാം. ഇത് പുള്ളിക്കാരത്തിക്ക് ആരോ പേഴ്സണലി അയച്ച മെസ്സേജ് ആണെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും രേണു ഇതിനെ പറ്റിയിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു ചാറ്റ്. എടോ ഡയറക്റ്റ് മീറ്റിന് എത്രയാകും എന്ന് പറഞ്ഞില്ല, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ എന്നാണ് രേണുസുതി കൊടുത്തിരിക്കുന്ന റിപ്ലൈ. ഇത് രേണു ആണെന്ന് ഞാൻ എവിടെയും സ്ഥാപിക്കുന്നില്ല, സ്ഥാപിക്കരുത്. കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഓടിക്കൊണ്ട് ചെന്ന് കേസ് കൊടുക്കും. ഇതാണല്ലോ ഇവരുടെ എല്ലാവരും സ്ഥിരമായിട്ടുള്ള പരിപാടി. എന്തായാലും ഇതിപ്പം വിഷയം ഭയങ്കര സീരിയസ് ആയിരിക്കുവാണ്. രേണു ഇതിനൊരു മറുപടി കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഞാൻ വെറുതെ വന്നിരുന്ന രേണുവിനെ പച്ചത്തെറി വിളിക്കുന്നില്ല. കാര്യം അറിയാതെ നമ്മൾ ഒരു മനുഷ്യരെയും വന്നിരുന്ന് ചീത്ത വിളിക്കുകയോ കുറ്റപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ പ്രൊഫൈൽ കണ്ടിട്ടും ഇതിനകത്തുള്ള ഓരോ സ്റ്റോറീസിനുള്ള റിപ്ലൈയും ഇതൊക്കെ കണ്ടിട്ട് അത് രേണുവിൻ്റെ പ്രൊഫൈൽ തന്നെയായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇന്നത്തെ കാലത്ത് എഐയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇത് ഒറിജിനലാണോ, ഇനി എഐ വഴി ക്രിയേറ്റഡ് ആണോ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അത് രേണുവിൻ്റെയാണ്, നമ്മുടെ ആരുടെയല്ല. എന്തായാലും ഇങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും അത്ര ശരിയുള്ള കാര്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ വാല്യം പിടിച്ചിട്ട് വേറെ ആൾക്കാർ വന്നിരുന്ന് നമ്മളെ തെറി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് പുറത്ത് വിട്ട സാധനം നമ്മളൊരു കോണ്ടന്റ് എന്നുള്ള രീതിയിൽ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് ഒരു ചാറ്റ്, അതായത് ഇനി വേറൊരു ചാറ്റ് കൂടെ കാണിച്ചു തരാം. ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ഡയറക്റ്റ് മീറ്റ് ഓക്കെ ആണോ? പുള്ളിക്കാരൻ യു കെയിലെങ്ങാണ്ടാണുള്ള ഒരു വ്യക്തിയെ ഈ ചാറ്റ് ചെയ്യുന്നത്. ഐ എം ഇൻ യു കെ നൗ, ഹൗ മച്ച് യു വിൽ സജസ്റ്റോ അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു എഴുതിയിരിക്കുന്നത്. അപ്പം രേണു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആക്കാമെന്ന്. എന്താണ് ഇതിനകത്ത് നിന്നൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. ഞാൻ പലതവണ പല കാര്യങ്ങളും വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് സബ്സ്ക്രിപ്ഷനകത്ത് ഇവരുടെ വീഡിയോസിൻ്റെയും ഫോട്ടോസിനെയും പറ്റി. അതെല്ലാം അതിരി വിടുന്നതായിട്ട് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ഞാൻ വന്ന് പറഞ്ഞിട്ടുള്ളൂ. അല്ല ഞാൻ ഇവരെ പുഴുത്ത തെറി വിളിക്കാനും ഇവർ ഭൂലോക കള്ളിയാണെന്നോ ഞാൻ പറയാനും ഒന്നും നിന്നിട്ടില്ല. പ്രത്യേകിച്ച് ഇവരുടെ കൂട്ടുകാരായി കഴിഞ്ഞാലും നമ്മൾ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇപ്പം ഈ തരത്തിലോട്ടൊക്കെ കാര്യങ്ങൾ പോകുമ്പോഴത്തേക്ക് ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത് എത്രത്തോളം ഒരു വിവാദമായിരിക്കും ഉണ്ടാകുന്നത്. പോട്ട് ഈ സുധിയുടെ മൂത്ത മകൻ്റെ അവസ്ഥ എന്തായിരിക്കും, അല്ലെ ആ ഫാമിലിയുടെ അവസ്ഥ എന്തായിരിക്കും? ഇതിനെല്ലാം രേണു മറുപടി കൊടുത്തേ പറ്റൂ. രേണു ആണ് ഇത് വന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെളിയിക്കേണ്ടത്. രേണു ഓപ്പണായിട്ട് ഒന്നെങ്കിൽ ഒരു വീഡിയോ ഇടുക, വളരെ വ്യക്തമായിട്ട് ഇതിനെ ഒരു ആൻസർ കൊടുക്കുക. കാര്യം ഇത്രയും അലിഗേഷൻ രേണുവിനെ പറ്റിയിട്ട് വന്നിട്ടും രേണു കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഷഫീന ബീവി ആയിരുന്നു ഒരു വോയിസ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നത് 2-3 ദിവസത്തിന് മുന്നേ. ദുബായിൽ തന്നെയുള്ള ഏതോ ഒരു സ്ത്രീയുടെ വോയിസാണ്. അവർ രേണുവിനെ പറ്റിയിട്ട് ഇനി പറയാൻ ഇനി ഒന്നുമില്ല, വേണ്ടിയില്ലാത്ത ആക്ഷേപമാണ് പറഞ്ഞത്. രേണുവിന് വേണമെങ്കിൽ ആ ഒരു കാര്യത്തിൽ കേസ് കൊടുക്കാം. പക്ഷേ രേണു അത് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാത്തത്? ഇതേ ചോദ്യം തന്നെയായിരുന്നു ഞാൻ ചോദിച്ചത് ഹനാൻ്റെ വിഷയം വന്ന സമയത്തും. അന്നും ഹനാൻ ഇതുപോലെ ഒരു സീരിയസ് അലിഗേഷൻ പറഞ്ഞ സമയത്തും രേണുവിനൊന്നും മിണ്ടണ്ട. രേണു മിണ്ടാതിരുന്ന് അവസാന നിമിഷമായപ്പോഴത്തേക്ക് അതിന് മറുപടി കൊടുത്തു. എന്തായാലും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇതിനൊക്കെ എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നേനെ. എന്തായാലും ഈ രേണുവിൻ്റെ കൂടെയുള്ള ആൾക്കാരും ഇനിയിപ്പോൾ രേണുവിൻ്റെ ഈ ബാക്കിയുള്ള ആൾക്കാരെ പറ്റിയിട്ട് കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങളൊന്ന് കൂടുതൽ ചിന്തിക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ മറുപടി കൊടുക്കാൻ നോക്ക്, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്തായാലും നമുക്ക് രേണുവിൻ്റെ പുതിയൊരു വീഡിയോ കാണാം. അതിനുശേഷം ഷഫീന ബീവി ഇട്ട വീഡിയോ നമുക്ക് കാണാം. ചേട്ടനോട് എനിക്ക് നല്ല ആൻസർ പറയണമെന്നുണ്ട്, പക്ഷേ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ചേട്ടനിങ്ങ അടുത്ത് വന്നേ, നിർത്തി പോകുന്നില്ല, വേണേ ബ്ലോക്കാക്കി പോടാ. ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? ഈ വീഡിയോക്കകത്ത് ഒരു കമൻറ്റ് എടുത്ത് വെച്ചിട്ട് ആ കമൻറ്റിനെ അതേ രീതിയിൽ തിരിച്ച് മറുപടി കൊടുക്കുവാണ്, തെറി വിളിച്ചുകൊണ്ട്. രേണുവിൻ്റെ വിചാരം ഇതൊക്കെ അങ്ങ് ഭയങ്കര അടിപൊളിയാണെന്നാണ്. അതായത് നാണം കെടാൻ ഏത് രീതിയിലും തയ്യാറായി ഇറങ്ങി നടക്കുന്നൊരു സ്ത്രീയാണ് ഈ രേണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിനൊക്കെ ഈ കമൻസിനൊക്കെ ഇതുപോലെയുള്ള രീതിയിൽ ആരെങ്കിലുമൊക്കെ മറുപടി കൊടുക്കൂടെ? എത്രയോ പിള്ളേരൊക്കെ കാണുന്നതായിരിക്കും. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ സകലമാന ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. വലിയ ആൾക്കാർ മാത്രമൊന്നും അല്ല, കൊച്ചു പിള്ളേരുടെ കയ്യിൽ മൊബൈൽ ഫോൺസാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ രേണു എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള തോന്നിവാസം കാണിക്കുന്നത്? കുറച്ചൊക്കെ അങ്ങ് ഒതുങ്ങ്. ഓൾറെഡി കുറേ കാണിച്ച് അതിനെക്കാട്ടി വലിയ പ്രശ്നത്തിലിരിക്കുവാണ്. ഇനിയെങ്കിലും നിങ്ങൾക്കൊന്ന് ഒതുങ്ങിക്കൂടെ? അറിയാൻ മേലായിട്ട് ഞാൻ ചോദിക്കുക, എന്താ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്നൊക്കെ കിട്ടുന്നത്? ഇപ്പം വന്നിരിക്കുന്ന ഒരു അലിഗേഷൻ ഉണ്ടല്ലോ, അതെങ്ങാണ് ഒരു വൻ രീതിയിൽ വിവാദമാകുകയോ ചർച്ചയാകുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെങ്ങും കൊണ്ടൊന്നും നിൽക്കത്തില്ല. എന്തായാലും നമുക്കിനി ഷഫീന ബീവി പറഞ്ഞ കാര്യങ്ങളൊന്ന് കേൾക്കാം. മിങ്കിളല്ലേ, ഞാൻ എന്തായാലും സസ്റപ്പിച്ചൊന്നും ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് തുണിയും കീറി കാണിക്കുന്നില്ലല്ലോ.
അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. തെളിവുകളില്ലാതെ ഞാൻ സംസാരിക്കത്തില്ല. എന്നെ എന്തായാലും പോലീസ് വിളിക്കും, ഉറപ്പല്ലേ? ഒരു വിഷയത്തിൽ ഇറങ്ങിയ പോലീസ് അപ്പം എന്നെ വിളിക്കും. അത് കൺഫേം ആണ്. അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലൊക്കെയുള്ള ചാറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെളിയിലിട്ട് കഴിഞ്ഞാൽ ഇവർ ഈ സാധനം ട്വിസ്റ്റ് ചെയ്ത് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സോഷ്യൽ മീഡിയ വഴി അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു. അതായത് സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ചു, ഔട്ട്റേജിങ് ദി മോഡസ്റ്റി ഓഫ് വുമൺ എന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്ന് ഒരു കംപ്ലൈൻറ്റ് അങ്ങ് കൊടുക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സംഭവം, നടക്കാൻ പോകുന്ന സംഭവം. ഇതിപ്പോൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്ത ആരൊക്കെയാണോ അവരുടെ പേരിലും കൊണ്ടുവന്ന് കേസ് കൊടുക്കാം. പക്ഷേ ഈ കേസ് കൊടുക്കുന്ന സമയത്ത് പോലീസുകാർ നമ്മളെ പരിശോധിക്കുക, നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ ഇതിനകത്ത് സംസാരിച്ചിട്ടുണ്ട്, ഇതെല്ലാം ചെക്ക് ചെയ്യും. കാര്യം രേണുവിന് അറ്റ്ലീസ്റ്റ് നാട്ടുകാരുടെ വായെങ്കിലും അടയ്ക്കണ്ടേ, അതിന് അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്താലല്ലേ പറ്റത്തുള്ളൂ. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. അപ്പം ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള സാധനം ഞാൻ ചേർത്ത് വയ്ക്കത്തില്ലയോ? അതിൽ ഏകദേശം 1-2 ഈ വരുന്നത്. അപ്പം ഇതിനകത്ത് എന്താണ് പറയണത്? ആള് UK നാട്ടിലെത്തുമ്പോൾ കാണാൻ താല്പര്യമുണ്ട്. അതിന്റെ റേറ്റ് എത്രയാണ്? അപ്പോൾ റേറ്റ് ഡിസ്കസ് ചെയ്യുന്നത് ആരാ? കരിസ്മയാ? ആരാ ഇപ്പൊ കരിസ്മ? കേട്ടല്ലേ, ഈ റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത് വരെ ഈ മാനേജറാണ് എന്നുള്ള രീതിയിലാണ് ഷഫീന ബീവി പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന് ആൻസർ കൊടുക്കേണ്ടത് കരിഷ്മ ഉൾപ്പെടെയാണ്. ഇതിപ്പോൾ ഒരു എന്ത് പറയണ്ട, നമ്മുടെ നാട്ടിൽ രേണു കാണിക്കുന്ന കുറച്ച് അപരാധമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഒന്നുമില്ലെങ്കിലും അങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ട് കുറേ ആൾക്കാർ ചിരിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ടായിരുന്നു, കുറേ കോമാളിത്തരങ്ങളാണ് കാണിക്കുന്നതെന്ന് വെച്ചിട്ട്. പക്ഷേ ഇതിപ്പം ആ ഒരു ലെവലിൽ നിന്നൊക്കെ മാറി വേറെ യൂണിവേഴ്സിലോട്ട് സംഭവം പോയിരിക്കുകയാണ്. എന്തുവാടെ ഇത്? ഒന്ന് ആലോചിക്കൂ. ഒരു മരിച്ചുപോയ ഒരു മനുഷ്യൻ്റെ പേരിൽ ഇത്രയും ഫേമസ് ആകുന്നു, പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ പോകുന്നു, കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നു, എന്തെല്ലാം വിഷയങ്ങളുണ്ടായി. അപ്പോഴും ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. അവരെന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്തത്? ആ 2 പിള്ളേരെ ആലോചിച്ചിട്ടായിരുന്നു സപ്പോർട്ട് ചെയ്തത്. പാവമല്ലേ, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ കോമാളിത്തരം കാണിക്കട്ടെ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇതിപ്പം ഏത് ലെവലിലാണ് ഈ സാധനം പോയിരിക്കുന്നത്? ഞാനിത് ഒരിക്കലും സ്ഥാപിക്കുന്നില്ല, ഇതവരുടെ ചാറ്റ് ആവരുതേ എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ള കാര്യം. എന്തോ പറയണ്ടേ, അവർ നശിച്ച് കാണണമെന്ന് ഒരു മനുഷ്യരും ആഗ്രഹിക്കുന്നില്ല. ഞാനൊന്നും ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. രേണുവിൻ്റെ കണ്ടന്റ് എടുത്ത് വെച്ച് നമ്മൾ ചെയ്യുന്നതെന്നല്ലാതെ രേണുവിനെ വിമർശിക്കാറുണ്ട്. രേണു ഒരിക്കലും നശിച്ചു പോകരുതേ എന്നുള്ളൊരു സംഭവമുള്ളൂ. അല്ലെങ്കിൽ അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം, അവരെ അടിച്ചോടിക്കണം എന്നൊന്നും ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. രേണു കാണിക്കുന്ന അപരാധങ്ങളാണ്. ഈ സ്ത്രീ ഇത് പരിപാടി നിർത്തുക, നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്ന പരിപാടികൾ നിർത്തുക, എന്നിട്ട് മാന്യമായിട്ടുള്ള രീതിയിൽ നടക്കുക എന്നേ എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. ഈവൻ ഈ പറയുന്ന ഷഫീന ബീവി ആയിക്കോട്ടെ, പുള്ളിക്കാരത്തി ആയി കഴിഞ്ഞാലും എന്തോ, പുള്ളിക്കാരത്തെ ചൊറിയാൻ ചെല്ലുമ്പോഴത്തേക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെയും ഇത് ഓരോന്നെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഫീന ബീവിയെ ചുമ്മാ അനാവശ്യമായിട്ട് കുത്തിയിളക്കിയതാണ്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ്. അവരിനി ഇതിൻ്റെ അറ്റം കണ്ടേ അടങ്ങത്തുള്ളൂ. കിട്ടുന്ന അങ്ങ് വാങ്ങിച്ചാൽ മതി. മാനേജരാ? അപ്പോൾ മാനേജർ ത്രൂ നടക്കുന്ന ഇത്തരം കോണ്ടാക്ട്സ് പുള്ളിക്കാരത്തേക്ക് ഉണ്ടല്ലോ. ഇനി ഇതിന് പകരമായിട്ട് 2 പേരുടെ സ്വർണവും ഇട്ട് കിരീടവും വെച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ എടുത്തിടല്ലേ, ചെയ്യല്ലേ. ഞാൻ ഇതിന്റെ ഫുൾ വേർഷൻ കൊണ്ടിടും. ഇതിനേക്കാൾ ഡീറ്റെയിൽഡ് ആയിട്ട് വേർഷൻ ഉണ്ട്, അത് ഞാൻ കൊണ്ടുവന്നിടും. റേറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ വിഷയത്തിൽ രേണുവിൻ്റെ കൂടെ ആരൊക്കെ സഹകരിക്കുന്നു അവരെല്ലാവരും ആൻസർ ചെയ്യേണ്ട ഒരു കാര്യമാണത്. ഇതൊരു വളരെ സീരിയസ് സാധനമാണ്. ഇത് എനിക്ക് തോന്നുന്നു ആരും ഇത് ടേക്കപ്പ് ചെയ്തിട്ടില്ല, ആരും ഇത് വളരെ വലുതായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു വിഷയം എങ്ങാനും ചർച്ചയിൽ വന്നു കഴിഞ്ഞാൽ ഈ രേണുവിനെ പറ്റി സാധാ ഒരു വീഡിയോ ചെയ്യുമ്പം തന്നെ 50,000-60,000 പേരെ കാണുന്നത്. ഇനി ഈ വിവാദം കൂടെ വന്നു കഴിഞ്ഞാൽ ഈ സെർവർ തന്നെ ക്രാഷ് ചെയ്ത് കളയും. ആ രീതിയിലുള്ള വ്യൂവർഷിപ്പും ബഹളമായിരിക്കും നടക്കാൻ പോകുന്നത്. എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത് എന്നാണ് റിക്വസ്റ്റാണ്. ദയവ് ചെയ്ത് എനിക്ക് ഈ ഒരു സാധനത്തിൽ നിന്നൊന്ന് ഒഴിവാകാനായിട്ട് എന്നെ ഒന്ന് സഹായിക്കൂ പ്ലീസ്. ഞാൻ ഇല്ല ഇതിനകത്ത്, എന്നെ ഒന്ന് ഒഴിവാക്കൂ. അതിന് വേണ്ടിയിട്ടാണ്. തെളിവുള്ളവരെന്താ കേസ് കൊടുക്കാത്ത, എന്താ കേസ് പിടിക്കാത്ത, എന്താ കൊടുക്കാത്ത എന്ന് ചോദിക്കുന്നവരോടാണ്. നിങ്ങൾ എത്രയോ കാലങ്ങളായി വാർത്തകൾ കേൾക്കുന്നവരാണ്. ഒരു ന്യൂസ് പേപ്പർ വന്നാൽ അതിന്റെ മെയിൻ പേജിൽ തന്നെ ഒരു 6 വാർത്ത 7 വാർത്തകൾ തന്നെ കാണും ഇത്തരം ക്രിമിനൽ നടപടികൾക്കെതിരെ. ഇവിടെ പോലീസ് ഇത് ചെയ്യുന്നവർ ചെയ്തുകൊണ്ടിരിക്കും. അതിനെ നല്ല രീതിയിൽ മറ വെക്കുന്നത് പോലീസുകാരും കൂടെ തന്നെയാണ്. ഇവരുടെ കൈ അതിനകത്തുണ്ട്. ഷഫീന ബീവി എന്താ കേസ് കൊടുക്കാത്തത്? എടോ, എന്റെ ആദ്യത്തെ പരിപാടി കേസ് കൊടുക്കുക, എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യുള്ളൂ. കാരണം നമ്മൾ കൊടുക്കുന്നതിന്റെ കൗണ്ടറേ അപ്പുറത്തുനിന്ന് വരാവുള്ളൂ. അല്ലാതെ അവർ കൊടുത്തിട്ട് കൗണ്ടർ അടിക്കുന്ന പരിപാടി എനിക്കില്ല. ഞാൻ ആദ്യം കൊടുക്കും, എന്നിട്ട് അവർ അവിടെ നിന്ന് കൊടുക്കുമ്പോഴാണ് ഇത് കൗണ്ടർ കേസ് ആണെന്ന് എനിക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. പക്ഷെ സിമ്പിൾ പരിപാടി ഞാൻ ആദ്യം കേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ പല രീതിയിൽ ഓക്കെ, ഇത് സത്യമാണ്. ഇതിപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് കേസിലും വഴക്കിലും ചെന്ന് അവസാനിക്കത്തതേ ഉള്ളൂ. ഇതിപ്പം ഇന്നും ഇന്നലെയും തുടങ്ങിയൊരു പ്രശ്നമല്ല. രേണു സുധിയും ഷഫീന ബീവിയും ആയിക്കോട്ടെ, അല്ലെങ്കിൽ രേണു സുധിയും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും തമ്മിൽ. അതിന് രേണു ഇങ്ങനെ ഓരോ കണ്ടന്റുകൾ ഇടുന്നു, രേണുവിനെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരെ രേണു തെറി വിളിക്കുന്നു, പിന്നെ അത് വേറെ ലെവലിലോട്ട് പോകുന്നു. പിന്നെ ഇപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ റീസെൻ്റ്ലി നടക്കുന്നു. സ്വർണ്ണക്കടത്ത് വന്ന്, പിന്നെ രേണു ദുബായി പോകുന്ന വേറെ പല പരിപാടിക്കുവാണെന്ന് പറഞ്ഞു. ഷഫീന ബീവി ഇതിനകത്ത് ഒരു പോയിന്റ് പറയുന്നുണ്ട്. കാര്യം
നമ്മൾ ഒരാളെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു വിഷയങ്ങൾ വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടുള്ളൊരു എവിഡൻസ് ഉണ്ടെങ്കിൽ അതിന് പ്രശ്നമല്ല. എവിഡൻസ് ഇല്ലാത്ത പക്ഷം വെറുതെ അനാവശ്യമായിട്ട് ഒരാളെ പറ്റി വന്ന് നമുക്ക് അലിഗേഷൻ പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പം ഇവർ സംസാരിക്കുമ്പം അവരുടെ കയ്യിൽ അതിനുള്ള എവിഡൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അവർ എവിഡൻസ് ഇല്ലാതെ വന്ന് അവർ സംസാരിക്കത്തില്ല. എന്തായാലും കിട്ടുന്നതൊക്കെ വാങ്ങിച്ചോ എന്നേ എനിക്ക് പറയാനുള്ളൂ. അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. എന്തായാലും ഷഫീന ബീവി പറയുന്ന ബാക്കി കാര്യങ്ങളും കൂടെ കേൾക്കാം. ഇനി ചാറ്റ് ഹിസ്റ്ററി എടുത്താൽ അത് അനു എന്ന് പറയുന്ന സ്ത്രീയുടെ ചാറ്റായിട്ട് മാറും. ഇവളുടെ ചാറ്റ് എന്ന് മാറും. ഇവളുടെ ചാറ്റിൽ നിന്നുള്ള ആ മുഖം അങ്ങ് മാറും. പുള്ളിക്കാരത്തിയുടെ ഐഡിയ. പക്ഷെ ഗൊത്തിയില്ല. സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് രേണുവിൻ്റെ ഫേസ്ബുക്ക് പേജ് അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ മേ ബി അത് ഹാക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും അല്ല എന്നാണ് ഇപ്പം കുറേ ആൾക്കാർ പറയുന്നത്. കാര്യം രേണുവിൻ്റെ ആ ഒരു പ്രൊഫൈൽ അങ്ങ് മാറ്റി വേറൊരു പ്രൊഫൈലും പേരും ആക്കി കഴിഞ്ഞാൽ അത് രേണുവിൻ്റെ ചാറ്റ് ആവത്തില്ലല്ലോ, അത് വേറെ ആരുടെയെങ്കിലുമൊക്കെ ചാറ്റ് ആവത്തില്ലേ എന്നുള്ള രീതിയിലോട്ട് സംഭവം നേരെ ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെയുള്ള ഉടായ്പകളൊക്കെ കാണിക്കും. അപ്പോൾ ഈ ഷഫീന ബീവി പറയുന്നത് വാസ്തവമാണ്, മിക്ക ആൾക്കാരും ചെയ്യുന്ന പരിപാടിയാണ്. അപ്പം പേരും കാര്യങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പണ്ടത്തെ ചാറ്റും കാര്യങ്ങളും എല്ലാം അങ്ങ് സ്പോട്ടിൽ തന്നെ അങ്ങ് പൊക്കോളും. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ആളാരാന്ന് മനസ്സിലാവത്തില്ലല്ലോ. അപ്പോൾ ആ പരിപാടി ചെയ്യാനായിരിക്കും ഇവിടെ രേണു ഉദ്ദേശിച്ചതെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പം എന്ത് തന്നെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഇവർ ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ സമയത്തെ എനിക്കറിയാമായിരുന്നു ഇതെന്തെങ്കിലും വലിയൊരു സംഭവം നടക്കും. കാര്യം ഒരു സ്ത്രീ ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വേറെ ഒരുപാട് ആൾക്കാരുണ്ട് ഈ എക്സ്പോസ് ചെയ്ത് ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻസ് കൊടുക്കുന്നത്. ഇവരെല്ലാവരുടെയും മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ ആൾക്കാരും കംപ്ലീറ്റ് ആൾക്കാരെ ഞാൻ പറയുന്നില്ല, കുറച്ച് ആൾക്കാരൊക്കെ ഈ പെയ്ഡായിട്ട് കുറേ പരിപാടികൾ കാണിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ സീനുകളുണ്ട്. പക്ഷേ രേണുവിനെ സംബന്ധിച്ച് രേണു അങ്ങനെ ഒന്നും കാണിക്കുന്നില്ലായിരുന്നു. പക്ഷേ എന്നാൽ അത്യാവശ്യം കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആരും വിചാരിക്കുന്നില്ലല്ലോ ഈ ഒരു ലെവലിലോട്ട് ഈ ഒരു സാധനം പോകുന്നു. ഇതിപ്പം ആ സബ്സ്ക്രിപ്ഷനും ഇതുമൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പം ഏത് രീതിയിലായിരിക്കും ഇത് ആൾക്കാർ പറയണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രേണു തീർച്ചയായിട്ടും ഇതിനൊരു വ്യക്തമായൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. നിങ്ങൾ കൊടുക്കാതെ മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം ഇതെല്ലാവരും അങ്ങനെ സ്ഥാപിക്കത്തേ ഉള്ളൂ. നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ള രീതിയിലേ പറയത്തുള്ളൂ. അല്ലാതെ എനിക്കൊന്നും ഒരിക്കലും വന്നത് സ്ഥാപിച്ച് പറയാൻ പറ്റില്ല ഇത് രേണുവിൻ്റെ ആണ്, രേണു അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ നിയമം അങ്ങനെയാണ്. ചില കാര്യങ്ങൾ നമ്മൾ നോക്കിയും കണ്ടും വേണം വന്നിരുന്ന് സംസാരിക്കാൻ. ഇല്ലെങ്കിൽ അമ്മമാരെ ഓടിച്ച് അകത്തിടും. അത്രയേ ഉള്ളൂ. പ്രശ്നം വന്നത് എന്താണെന്നറിയാമോ? മെജോറിറ്റി ചാറ്റിങ്ങും ഒക്കെ നടന്നിരിക്കുന്നത് ഇൻസ്റ്റൂയിലാ. നീ ഇൻസ്റ്റു മാറ്റാൻ നോക്കി, ഇൻസ്റ്റൂടെ പേര് മാറ്റി നോക്കി, വീണ്ടും മാറ്റി നോക്കി, വീണ്ടും കളിച്ചു നോക്കി, പല കോലവും നീ കാണിച്ച് നോക്കി, നടന്നില്ല. അപ്പൊ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന ഈ ഒരു ചാറ്റ് ഹിസ്റ്ററി ഞാനിത് പബ്ലിഷ് ചെയ്യണമെന്ന് വെച്ചതാണ്. എന്നാലും ഇരിക്കട്ടെ, തൽക്കാലം ഞാൻ പറഞ്ഞില്ലേ എൻഡിങ് പോയിന്റ് ആണ്. ഇനി ഇതിന്റെ മേളിൽ എന്നെ തല്ലാനും കൊല്ലാനുമായിട്ട് വന്ന് കയറരുത്. എന്റെ കയ്യിലുള്ള എവിഡൻസ് ആണ് വെച്ചത്. പലരും ചോദിക്കുന്ന ചോദ്യമാണ് എവിഡൻസ് എവിടെ, എവിഡൻസ് എവിടെ? നിങ്ങൾ നിൽക്കറില്ലാതാണെന്ന എവിഡൻസ് വേണോ? സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓ സബ്സ്ക്രൈബ് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, ഞാനിപ്പോൾ സബ്സ്ക്രൈബ് എന്നേ പറയുന്നുള്ളൂ. ഈ സാധനം ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇഷ്ടംപോലെ സാധനങ്ങൾ അവൾ അങ്ങനെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിന് അവർ ദേഷ്യപ്പെട്ടിട്ടില്ലേ? ഞാൻ കഷ്ടപ്പെട്ട് സബ്സ്ക്രിപ്ഷൻ തുറന്ന് അതിനകത്ത് കൂടെ ഇടുന്ന സാധനം നീയൊക്കെ എടുത്ത് പുറത്തിരുന്ന എന്തിനാടാ? സത്യം കേട്ടോ, എന്തൊക്കെ വെല്ലുവിളികളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. നാണമില്ലടാ നിനക്ക് എൻ്റെ കണ്ടന്റ് എടുക്കുക, അതാണ് ഇതാണെന്ന്. ഇപ്പം ഇത്രയും വലിയൊരു ഗുരുതര ആരോപണം വന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രതികരിക്കാത്തത്? എവിടെ പോയി നിങ്ങളുടെ നാക്ക്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ ഇതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കും. ഞാനിതൊന്നും കാണാറൊന്നുമില്ല, ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ലെന്ന്. ഇപ്പോൾ പുതിയൊരു പരിപാടി കണ്ടുപിടിച്ചിരിക്കുന്നുണ്ടല്ലേ, പബ്ലിക്കായിട്ട് തെറി വിളിക്കുക. അതാകുമ്പോഴത്തേക്ക് പിന്നെ എളുപ്പമായി വൈറലാവാൻ, പെട്ടെന്ന് കയറി ഞാൻ കത്തിക്കോളൂ എന്ന് ചോദിച്ചത് കേട്ടില്ലേ? അപ്പം നിങ്ങൾ അത് ചെയ്തിട്ട് അവിടെ പോയി കാണുക. ഇഷ്ടംപോലെ സാധനം ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ചില സ്ത്രീകളെ തിരുത്താൻ പറ്റത്തില്ല. ഞാൻ വെച്ചൊഴിയുന്നു. അയ്യോ ഞാൻ സുല്ലിട്ട്, ഞാൻ തോറ്റു, ഞാൻ തോൽവി സമ്മതിച്ചു. നമ്മൾ വ്യക്തിത്വവും അഭിമാനബോധവും പറഞ്ഞു കൊടുക്കേണ്ടത് ആ ബോധമുള്ള സ്ത്രീകളെയാണ്. അഥവാ തെറ്റിലേക്ക് പോയി ചാടിയാലും ചില സമയത്ത് നമ്മളുടെ സംഭാഷണം കേൾക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് ശരിയല്ല, തെറ്റാണ്, ഇങ്ങനെ എനിക്ക് ജീവിക്കേണ്ട. അത് ശരിക്കും പറഞ്ഞു കൊടുക്കേണ്ടത് ഈ രേണുവിൻ്റെ കുടുംബക്കാരാണ്. പ്രത്യേകിച്ച് ഈ സബ്സ്ക്രിപ്ഷനെ പറ്റിയിട്ടേ ഞാൻ പറയുന്നുള്ളൂ. കാര്യം ഇതൊന്നും എല്ലാവർക്കും ഡൈജസ്റ്റ് ആവത്തില്ല, ഒരു മാതാപിതാക്കൾക്കും ഡൈജസ്റ്റ് ആവില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പം ഇതിനൊക്കെ ഒരു വാർണിംഗ് കൊടുക്കേണ്ടത് അവരാണ്. അവർ കൊടുക്കാത്ത പക്ഷം നമ്മളൊക്കെ എന്തോ ചെയ്യുന്നത്? ഇത് അവർ എന്ത് ചെയ്ത് കഴിഞ്ഞാലും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നൊരു സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഡെറ്റോൾ ഒഴിച്ച് കുളിച്ച് കഴുകി കയറുന്ന പെണ്ണുങ്ങളെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യണത്. അല്ലാതെ ഞാൻ ഇങ്ങനെ തന്നെ നിനക്ക് ഇഷ്ടമുള്ള നീ പറഞ്ഞോ, എനിക്കൊരു പിണ്ണാക്കുമില്ല, ഞാൻ ഇങ്ങനെ ജീവിക്കുള്ളൂ എന്ന് പറയുന്നത് എനിക്ക് തിരുത്താനൊക്കത്തില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് വീട്, അത്യാവശ്യം ചുറ്റുവട്ടം, സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം ഒക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാലുണ്ടെങ്കിൽ ഞാൻ ഈ ഇതൊക്കെ കളഞ്ഞിട്ട് ഒരാൾ പശുവിനെ വാങ്ങിച്ചു വളർത്തും.
അങ്ങനെയും ജീവിക്കാം, സ്വസ്ഥമായി ജീവിക്കാം. കാടി മൂടി കുടിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? കാടിയാണെങ്കിലും മൂടി കുടിക്കണമെന്ന് പഴമക്കാർ പറയത്തില്ലേ? അതുപോലെ ഞാനൊക്കെ അങ്ങനെയൊക്കെ ഒരു മാനസിക, എനിക്ക് തോന്നുന്നില്ല ഇവരിങ്ങനെയൊക്കെയുള്ളൊരു മാനസിക നിലയിലുള്ളൊരു വ്യക്തിയാണെന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. കാര്യം രേണുവിന് അങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ തുനിഞ്ഞിറങ്ങത്തില്ലായിരുന്നു. എന്തായാലും ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ രേണുവിൻ്റെ കണ്ടൻറ്റ് കണ്ട് മടുത്ത് കാണുമായിരിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കണ്ടൻറ്റ് കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. ഒരുപാട് സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാം, ഇത്രയൊക്കെ ഒരു വലിയ സംഭവം നടന്നിട്ട് എങ്ങനെയാണ് നമ്മൾക്ക് റിയാക്ട് ചെയ്യാതിരിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ വീഡിയോ ചെയ്യാതിരിക്കുന്നത്? ഞാനല്ലെങ്കിൽ ഇതിപ്പം ആരായി കഴിഞ്ഞാലും എടുത്തു വെച്ച് ചെയ്യും. ഇതൊക്കെ അങ്ങനെ കണ്ടാൽ മതി. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.